ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കേണ്ടത്. ഇന്നത്തെ 2 ദിവസമായിട്ട് ചെമ്പനീർ പൂവ് പോലീസ് സ്റ്റേഷനിലാണ് എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായിട്ട് പോലീസ് സ്റ്റേഷനിലത്തെ കഥകളാണ് നമ്മൾ ചെമ്പനീർ പൂവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൽ സച്ചിയും രേവതിയും വണ്ടിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകുന്ന സമയത്ത് കോൺസ്റ്റബിൾ വന്നിട്ട് പറയണു, നീ ഇടിച്ചു കയറി പോയി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം ഒരു ചർച്ചയിലാണ്, അതിൻ്റെ ഇടയിൽ കൂടെ നീ പോയി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് കിട്ടില്ല, നീ കോടതി പോകേണ്ടി വരും. സച്ചി, നിനക്ക് പറഞ്ഞതനുസരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ അവിടെ പോയി ഇരിക്കുക പറയുന്നത്. വീണ്ടും സച്ചി രേവതിയുടെ അടുത്ത് തിരിച്ചു വന്നിരിക്കണം. ഈ സമയത്ത് ശ്രുതി നീലിമയും കൂടിയിട്ട് ഉള്ള ആർഗ്യുമെൻറ്റ്സാണ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്പെക്ടറുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ലാസ്റ്റ് നീലിമ 2 മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറയുന്നു. ആ സമയത്ത് ശ്രുതി സമ്മതിക്കുന്നില്ല, നടക്കില്ല, തരും എന്നുള്ളതിന് എന്താ ഉറപ്പ് സാർ, സമ്മതിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ വക്കീൽ പറയണു, സാർ ഞാൻ മാഡത്തിനെ ഒന്ന് സംസാരിക്കട്ടെ പറഞ്ഞിട്ട് നീലിമയെ കൊണ്ടുപോയിട്ട് പറയണു, മാഡം പൈസ കൊടുക്കുകയാണ് നല്ലത്, മാഡം എന്തായാലും അവരെ ചതിച്ചുണ്ടാക്കിയ കാശല്ലേ, മാഡത്തിൻ്റെ അച്ഛൻ സമ്പാദിച്ച കാശൊന്നല്ലല്ലോ, അത് മാഡം കൊടുക്കാൻ നല്ലത് എന്നൊക്കെ പറയണം. അപ്പോൾ നീലിമ ചോദിക്കണം, താൻ എൻ്റെ വക്കീലാണ് അവരുടെ വക്കീലാണെന്ന് ചോദിക്കണം. അങ്ങനെ എന്തായാലും മാഡത്തിന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ മാഡം അത് കൊടുക്കാൻ നല്ലത് പറയണം. അങ്ങനെ നീലിമ തിരിച്ചു വന്നിട്ട് സാറിനോട് ഞാനത് കൊടുക്കാൻ തയ്യാറാണെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ നീലിമയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ശ്രുതി പറയണു, ഇതുവരെയ്ക്കുള്ള 50 ലക്ഷത്തിൻ്റെ പലിശ കൂടി കൂട്ടി 53 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറയണു. അത് നീലിമ സമ്മതിക്കുന്നു. അങ്ങനെ നീലിമ സമ്മതിച്ചിട്ട് അവർ ശരി ഒത്തുതീർപ്പ് ചർച്ച ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് ശ്രുതി പറയണു, ശ്രുതി ഒപ്പിടാൻ വരട്ടെ, ആദ്യം ക്യാഷ് അക്കൗണ്ടിലേക്ക് വരട്ടെ, എന്നിട്ട് ഒപ്പിട്ടാൽ മതി പറയണു. അങ്ങനെ നീലിമയോട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പോലീസ് ഓഫീസർ പറയുന്നു, ശ്രുതിയോട് പറയുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ. അങ്ങനെ ശ്രുതി അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നീലിമ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ 53 ലക്ഷം രൂപ ശ്രുതിക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ നീലിമയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷി ഒപ്പിടാൻ ആരും ഇല്ലാത്ത കാരണം ശ്രുതിയാണ് നീലിമയ്ക്ക് വേണ്ടി സച്ചിയാണ് നീലിമയ്ക്ക് വേണ്ടി സാക്ഷി ഒപ്പിടുന്നത്. സച്ചിക്ക് അറിയുന്നില്ല ഉള്ളിൽ എന്താ സംഭവം നടക്കണമെന്ന് സച്ചിക്ക് അറിയുന്നില്ല. അങ്ങനെ സച്ചി പുറത്ത് നിൽക്കുന്ന സച്ചിയോട് ഒപ്പിടാൻ പറയുമ്പോൾ സച്ചി ഒപ്പിടുന്നു. അങ്ങനെ മനസ്സോടുകൂടി സച്ചി ഒപ്പിടണമെങ്കിൽ അത് സച്ചിക്കൊരു ഊരാക്കുടുക്കാവുമോ എന്നറിയില്ല. അങ്ങനെ നീലിമ ഒപ്പിട്ടു, ക്യാഷ് കിട്ടി. ഇനി സച്ചിയുടെ വണ്ടിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോകുന്ന അങ്ങനത്തെ എപ്പിസോഡുകളാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിലെ ഫുൾ കഥ. എൻ്റെ ചാനലിലുണ്ട്. കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും നാളെ കാണാം. ബൈ.